എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്ര മേഖലകളിലുണ്ടായിട്ടുള്ള വളരെ സ്വിഫ്റ്റായിട്ടുള്ള ചില ഷിഫ്റ്റുകളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 2025 ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്വിസിഷൻസ് നടന്ന ഒരു വർഷമാണ്. മാത്രമല്ല പല ഓർഡറുകൾക്ക് നമ്മൾ ലഭിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്വകാര്യ കമ്പനികളെയും മേജർ കമ്പനികളെയും നമ്മൾ പ്രതിരോധ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. അത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ആയാലും ശരി, അദാനി സ്പേസ് ആയാലും ശരി, അംബാനിയുടെ കമ്പനി ആയാലും ശരി, ഗോദ്രേജ് ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും ഭാരത് ഫോർജ് ആണെങ്കിലും അങ്ങനെ ഒട്ടനവധി കോർപ്പറേറ്റ് ഹൗസുകളെ നമ്മൾ ഡിഫൻസ് മേഖലയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. ഇത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡറുകൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ DRDOയുടെയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെയോ അല്ലെങ്കിൽ ഭാരത് ഡൈനാമിക്സിൻ്റെയോ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെയോ ഒന്നും ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബേസിക്കലി പറയുമ്പോൾ ഇവരെല്ലാവരും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരാണ്. ഈ കമ്പനികളെല്ലാം അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ള പ്രൊഡക്ഷൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അധികമൊന്നുമല്ല. പക്ഷേ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പോലുള്ള കമ്പനികൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറുകൾ, അവരുടെയൊക്കെ ഓർഡർ ബുക്കുകളെല്ലാം ഫുള്ളാണ്. അടുത്ത 25 വർഷത്തേക്കുള്ള ഓർഡർ അവർക്കുണ്ട് കയ്യിൽ. പക്ഷേ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾബലമില്ല. മാത്രമല്ല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ നമ്മൾ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനകത്ത് ഒരു ലിമിറ്റുണ്ട്. നമുക്ക് ടാർഗറ്റ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ വലിയ ഒരുപാട് പരിമിതികളുണ്ട്. അതേസമയം പ്രൈവറ്റ് സെക്ടറിൽ അവർ ഓരോ പ്രൊജക്റ്റിനും അതിൽ വിദഗ്ധരായ ചെറുപ്പക്കാരായ യുവ എൻജിനീയർമാരെയും മാനേജർമാരെയും റിക്രൂട്ട് ചെയ്യുകയും ആ ഒരു പ്രൊജക്റ്റിൽ അവരെ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ലാഗുണ്ട്. നമ്മളിപ്പോൾ തന്നെ നമുക്കറിയാം HALൻ്റെ തേജസ് മാർക്ക് 1 ഒരിടം എത്തിയിട്ടില്ല, മാർക്ക് 1A ഒരിടവും ആയിട്ടില്ല, മാർക്ക് 2 ഒരിടവും എത്തിയിട്ടില്ല. എന്താണ് ഇതിനൊക്കെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ HAL എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൊണ്ട് മാത്രം ഇതൊന്നും ചെയ്ത് തീർക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ പ്രൈവറ്റ് സെക്ടർ കമ്പനികളെ നമ്മൾ അധികമായിട്ട് ആശ്രയിക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ISROയിലൊക്കെ ചെയ്തതാണ്. ISRO നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ISROയുടെ പല പ്രധാനപ്പെട്ട ഘടകങ്ങളും നിർമ്മിക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. ISRO ചെയ്യുന്നത് അവയെല്ലാം കൂട്ടി യോജിപ്പിക്കുകയും അവയുടെ ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അവിടെ ഗുണനിലവാരം പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കൂടുതലും ചെയ്യുന്നത്. അതേ രീതി HALനകത്ത് കൊണ്ടുവരാനാണ് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഒരു ഡിഫൻസ് നമുക്ക് പ്രൊഡക്ഷൻ മാത്രം പോരാ, നമ്മുടെ കയ്യിൽ ഒരുപാട് എക്സ്പോർട്ട് ഓർഡറുണ്ട്. നമ്മളുള്ള പിനാക്ക പോലുള്ള അസ്ത്ര പോലുള്ള മിസൈലുകൾ, റോക്കറ്റുകൾ, ലോഞ്ചറുകൾ ഇവയ്ക്കെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ നല്ല മാർക്കറ്റുള്ള ഒരു സമയമാണ്. ഈ രീതിയിലുള്ള വികസനമൊന്നും നമുക്ക് ഒറ്റയ്ക്ക് നടത്താൻ, ഗവൺമെൻറ്റിന് മാത്രമായിട്ട് നടത്താൻ സാധിക്കില്ല. ഒരു സമയത്ത് ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്ഷനും കംപ്ലീറ്റ് പൊതുമേഖലയിലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നിട്ടും ആ സമയത്ത് നമ്മളെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ പോലെയും മസഗാൻ ഡോക്ക് പോലെയുള്ള കമ്പനികൾ വലിയ വലിയ കപ്പലുകളും വിമാനവാഹിനികളും എല്ലാം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ പൊതുമേഖലയുടെ കഴിവിനെ ഞാൻ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറിനനുസരിച്ചിട്ട്, അവയുടെ സ്പീഡിനനുസരിച്ചിട്ട് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ പൊതുമേഖലയിൽ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് വേണ്ടി വരും. അവരെ ട്രെയിൻ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരും. മാത്രമല്ല അവർക്കുള്ള വർക്കിൻ്റെ ആ ഒരു നിയതമായുള്ള സമയത്തിൽ കവിഞ്ഞ് ഗവൺമെൻറ്റിന് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ സാധിക്കത്തുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പൊതുമേഖലയിൽ നിന്ന് മാറി, പബ്ലിക് സെക്ടറിൽ നിന്ന് മാറി പ്രൈവറ്റ് സെക്ടറിലോട്ട് നമ്മൾ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. കൂടുതൽ ഓർഡേഴ്സ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിമാന നിർമ്മാണ കമ്പനികളും അവരുടെ പ്രൊഡക്ഷൻ ലൈനുകളും ഫൈനൽ അസംബ്ലി ലൈനുകളും ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളായ ബോയിങ്, എയർബസ്, സഫ്രാൻ, റഫേൽ,
തുടങ്ങിയ കമ്പനികൾക്കെല്ലാം ഇന്ത്യയിൽ ഫൈനൽ അസംബ്ലി ലൈൻസ് ഉണ്ടായിക്കഴിഞ്ഞു. ഈയിടയ്ക്കുണ്ടായത് റഷ്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുഖോയ് യാത്രാ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, Su-100. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലോട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ എൻജിനീയർമാർക്ക് ഒരുപാട് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അവർക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള ടാർഗറ്റ് കൊടുക്കേണ്ടി വരും. വളരെ പെട്ടെന്ന് നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒത്തിരി ടാസ്കുകൾ വരികയും ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിനകത്ത് ചെയ്ത് തീർക്കേണ്ടതുമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലുണ്ടായിരിക്കുന്നത്. ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമ്മൾ അറിയുന്നത് ബ്രഹ്മോസിൻ്റെ ഒരു പ്രൊഡക്ഷൻ ലൈൻ കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് 138 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ ഒരു കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു കാര്യത്തിൽ പോകുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഇടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. Su-30 വിമാനം ഇന്നലെ ക്രാഷ് ചെയ്തു. 14ാമത്തെ Su-30യുമായിട്ട് ബന്ധപ്പെട്ട അപകടമാണ് ഇന്ത്യയിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ. നമ്മൾ വളരെ സേഫായിട്ടുള്ളൊരു വിമാനമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് Su-30 MKI അല്ലെങ്കിൽ MK-1 എന്നും പറയാറുണ്ട്. അത് മേക്ക് ഫോർ ഇന്ത്യയാണ്. അതിലുണ്ടായ തകരാറെന്തെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു പൈലറ്റും ഒരു നാവിഗേറ്ററും ബോർഡിലുണ്ടായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചു. അവരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഒരേ സമയം നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നതോടൊപ്പം തന്നെ ഒരുപാട് ചലഞ്ചുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ഒരുമിച്ചാണ് വരുന്നത്. നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ചലഞ്ചും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ കിട്ടിയിട്ടുള്ള ഡിഫൻസ് ഓർഡേഴ്സ് കൃത്യമായിട്ട് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കയ്യിലുള്ള ഡിഫൻസിൻ്റെ ഉപകരണങ്ങൾ ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും തകരാറുണ്ടാവില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതും രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.